ദൈവിക കരുണയെ പറ്റി വിശുദ്ധ ബൈബിൾ പറയുന്നത് അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു എന്നാണ്. ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു പ്രത്യേക അനുഭവം ഉണ്ടാകുവാനായിട്ടിടയായിത്തീരുന്നു. എൻ്റെ മകനെ എക്സാമിനായിട്ട് കൊണ്ടുവരുവാൻ ഞാൻ രാവിലെ അവനെ തയ്യാറാക്കുക. പക്ഷെ അവനെന്ത് ചെയ്യുന്നത്, എല്ലാ പ്രഭാതത്തിലും ലേറ്റ് ആയിട്ടാണ് എഴുന്നേൽക്കുന്നത്. പ്രഭാത കൃത്യങ്ങൾ ചെയ്തു വന്നപ്പോഴത്തേക്കിന് വളരെ ലേറ്റായി. എനിക്ക് പെട്ടെന്ന് പിന്നെ റെഡിയായിട്ട് ദേഷ്യത്തോടു കൂടെ എനിക്ക് അവനെ അടിക്കണമെന്നുണ്ട്, പക്ഷെ ഞാൻ അവനെ അടിച്ചില്ല. അങ്ങനെ സ്കൂളിൽ കൊണ്ടുവന്ന് അവനെ എക്സാമിന് ഇരുത്തിയതിന് ശേഷം അവൻ്റെ എക്സാം കഴിയുന്നത് വരെ ഞാൻ വേറൊരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പം ബാലൻസിനായിട്ട് അവരെനിക്കൊരു 5 രൂപ ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് ഒരു മഞ്ച് തരുവാനിടയായിത്തീരുന്നു. ആ മഞ്ച് പോക്കറ്റിൽ വെച്ചുകൊണ്ട് ഞാൻ വന്ന് ഈ സ്ഥലത്തിരുന്ന് കുറച്ചു നേരം പ്രാർത്ഥിച്ചു. അതിനുശേഷം പിന്നീട് എനിക്ക് തോന്നി ഈ മഞ്ച് എനിക്ക് കഴിക്കാം എന്ന് തോന്നി. ഞാൻ ഈ മഞ്ച് കയ്യിലെടുത്തപ്പോൾ എൻ്റെ മനസ്സ് ഇത് കഴിക്കുവാനായിട്ട് അനുവദിച്ചില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ്, എൻ്റെ മകൻ ഇത് കൊടുക്കണം. പെട്ടെന്ന് എനിക്ക് തോന്നി, അവൻ എൻ്റെ വാക്കനുസരിക്കുന്നില്ലല്ലോ, അവൻ എന്നെ അനുസരിക്കാത്തവന് ഞാൻ ഈ മഞ്ച് കൊടുക്കത്തില്ല എന്ന് പിന്നീട് തീരുമാനിച്ചു. കുറച്ച് കഴിഞ്ഞപ്പം വീണ്ടും എനിക്ക് തോന്നി, അല്ല, ഞാൻ ഈ മഞ്ച് അവനായിട്ട് കൊടുക്കും, കാരണം അവൻ എൻ്റെ മകനാണ്. പ്രിയമുള്ളവരെ, ഇതുപോലെയാണ് ദൈവത്തിൻ്റെ കരുണ. നാം ദൈവമക്കളാണ്. ദൈവത്തെ അനുസരിക്കാതെ എത്രയോ കാര്യങ്ങൾ, എത്രയോ പാപങ്ങൾ നാം ചെയ്യുന്നു. എങ്കിലും ദൈവം ഒരു അപ്പന് തൻ്റെ മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് നമ്മളോട് കരുണ തോന്നിയത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും ഈ ഭൂപരപ്പിലായിരിക്കുന്നത്. അതെ, നമ്മുടെ പാവങ്ങളെ കണക്കിടാതെ വണ്ണം ദൈവം കരുണയുള്ളവനായതുകൊണ്ട് ഒരു അപ്പന് തൻ്റെ മകനോട് കരുണ തോന്നുന്നത് പോലെ ദൈവത്തിന് നമ്മളോട് കരുണ തോന്നുന്നു. അതുകൊണ്ട് ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നു. ദൈവത്തിന് നന്ദി അർപ്പിക്കുക.